ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഞാനേ ഇന്നലെ രാത്രി നട്ടപ്പാതിരാക്ക് 2 മണിക്ക് ഞാൻ അറബിച്ചും കൂടി ഒന്ന് പുറത്തു പോയിട്ടോ. അതിനോട് ഞാൻ കിടക്കണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോവല്ലേ ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ ആയിരുന്നു. എന്താ അത്ര ഇൻട്രസ്റ്റ് എന്ന് ഡ്രൈവിങ് പഠിച്ച് ലൈസൻസൊക്കെ ഇപ്പം അടുത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരുണ്ടായിരുന്നില്ല ഇവിടെ, ഒരിപ്പോൾ മിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ പോയി. അതിൽ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായി കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി വന്നിട്ടോ. തിരിച്ച് വരുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഡ്രൈവിങ് പഠിച്ചണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് പറഞ്ഞു. അതിൽ ഞാൻ നിർബന്ധിച്ചെന്താട്ടി എന്താ അതിന് പേരെ സ്റ്റിയറിങ്ങോ റൗണ്ടിലില്ല അത് പിടിപ്പിച്ചിട്ടോ. അത് പിടിച്ചപ്പോൾ എന്താട്ടി എന്നോട് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വളക്കണ്ട, നേരെ പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഓർമ്മട്ട് ഞാൻ പറയുന്നുണ്ട് പേടിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അത് എന്തായാലും ഞാനും ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ ഇതിലിങ്ങനെ സംസാരിച്ച് ഞാൻ കുറച്ച് അവിടുന്ന് നീങ്ങിയിട്ടുള്ളൂ. അപ്പത്തിന് അങ്ങോട്ട് പോയില്ലൊരു പോക്ക്. അതിലത് വേഗം പൊടിച്ച് വെച്ച് എന്തായാലും വണ്ടി നിർത്തി. അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇന്നലെ രാത്രി അതിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഇഞ്ഞക്കായി പിന്നെ അത് ഓടിച്ചാണ് തന്നെ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഭയങ്കര പേടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ പെരുന്നാളിൻ്റെ അന്ന് തലേദിവസം അതിന് ഇടയ്ക്കിടയ്ക്കൊരു ഇതുണ്ടേ, പിന്നെ ഒരു പോക്ക്. അത് നട്ടപ്പാതിരായാലും വേണ്ടില്ല, പകലായാലും വേണ്ടി. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ലല്ലോ. നട്ടപ്പാതിരാ ഈ ഇവരൊക്കെ രാത്രി സഞ്ചാരമുള്ള ആൾക്കാരാണല്ലോ. പകല ഒക്കെ കടന്നുറങ്ങും, രാത്രിയാണ് ഇവരെ യാത്രയൊക്കെ കേട്ടോ. അതിൽ പെരുന്നാളിൻ്റെ തലേദിവസം ഇതുപോലെ പോയിട്ട് എന്നോട് പറഞ്ഞു ഉമ്മാനോട് സലാം പറഞ്ഞ് പോരാന്ന് പറഞ്ഞിട്ട് അന്ന് 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എൻ്റെ 2 കൈമേ മൈലാഞ്ചി ഇട്ടിക്കുക. എനിക്ക് ഡോർ തുറക്കാനൊന്നും പറ്റില്ല, മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ അപ്പം തന്നെ. അപ്പം എന്നോട് പറഞ്ഞാൽ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഞാൻ ഡോറൊക്കെ തുറന്നു ഇരുന്നു. അതിൽ ഇതുപോലെ പിന്നെ അവിടെ എത്തിയപ്പോഴും എൻ്റെ കൈമ്മ മൈലാഞ്ചൽ ഡോർ തുറക്കാനൊന്നും അറിയില്ല. 38 തുറന്നൊക്കെ തന്ന് വീട്ടിലൊക്കെ പോയി 10-15 മിനിറ്റൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ സലാം പറഞ്ഞു അങ്ങോട്ട് പോന്നപ്പോൾ ഇതുപോലെ അതിൻ്റെ ആങ്ങളെ പറയുന്നുണ്ട് റൈഹാന എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ അന്നൊക്കെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ലൈസൻസ്, അധികമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഓരൊക്കെ കളിയാക്കുക. അതിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ വേറെ ആരുമില്ല, എനിക്ക് പേടിയായി. അതിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് കയറാൻ ശരിക്കും അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയിട്ടുമില്ല കേട്ടോ. എന്നിട്ട് എന്തായാലും നമുക്ക് ഇതായി എത്തി ഞങ്ങൾ. പിന്നെ വീട്ടിലെത്തി. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇതുപോലെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ 37 വന്ന് ഡോറും തുറന്നേക്കും. ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു കാലോടെ എടുത്ത് വെച്ച് അൽഹംദുലില്ലാ പറഞ്ഞു കേട്ടോ. അതിൽ വാട്ട് റൈഹാന ചോദിച്ചിട്ടോ. ഈ അൽഹംദുലില്ല എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് തടി കിട്ടിയെന്ന് ഞാൻ മലയാളത്തിലായിരുന്നു. ഞാൻ തടി കിട്ടീന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓലോട് പറയാൻ പറ്റില്ല, അപ്പോൾ ഓല അപമാനിക്കണീന് തുല്യമായില്ലേ. ഞാൻ പറഞ്ഞു നോ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേണേ, എൻ്റെ അൽഹംദുലില്ല ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതിന് ഇടയ്ക്ക് ഓരോ ഭ്രാന്താണ്. ഇങ്ങനെ വണ്ടിയിൽ കറങ്ങാൻ പോവുക, വണ്ടി കയറ്റി കൊണ്ടുപോവുക, ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ. ഇന്നലെ കുറേ നേരമൊക്കെ കറങ്ങി. പക്ഷേ വരുമ്പം ഒരു കാര്യം ഉണ്ടായില്ല. ഇതിൻ്റെ മുന്നതുപോലെ ഓളോൾ മാപ്പിളയും അന്ന് ലൈസൻസ് കിട്ടിയിട്ടില്ല കേട്ടോ, പഠിച്ചിരുന്ന ടൈമിൽ. അപ്പം എന്നോട് കുറേ പറഞ്ഞു ഞാൻ പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാമെന്ന്. ഞാൻ പേടിയാണ്. പണ്ട് ഒരു സ്കൂട്ടി പഠിച്ചിട്ട് തന്നെ മുറിയേറ്റക്ക് വണ്ടി തന്നെ പേടിയാണ്. ഇപ്പോൾ വണ്ടി കയറണമല്ല കേട്ടോ, വണ്ടി ഇങ്ങനെയൊക്കെ പേടിയാണ്. ഇവരൊക്കെ പഠിക്കാനും സുഖമാണ്, വലിയ ആളും പിന്നെ തിരക്കുള്ള റോഡൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ പഠിക്കാനൊക്കെ സുഖമാണ്. പക്ഷെ നമുക്കൊരു ധൈര്യമില്ലല്ലോ. എന്നിട്ട്
എന്നിട്ട് പിന്നെ പന്ന് കാട്ടിയത് ഒരൊറ്റ പോക്കാണ് പോയി. ഭാഗ്യം കൊണ്ട് ജീവൻ കിട്ടിയത്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ പിന്നെ അങ്ങനെ ഓളോളോ റൂമിൽ പോയി ഞാൻ കിട്ടും വന്ന് കിടന്നില്ല. അല്ലെങ്കിൽ രാവിലെ ഞാൻ ചോദിച്ചു നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണ്ടോ ചോദിച്ചു. അപ്പം നോ റൈഹാന ഇനി വേണ്ടത്തരേ. അപ്പം ഞാൻ പറഞ്ഞു ഇതന്നെയല്ലേ ഞാൻ പറയുന്നത്, ഞാനില്ലൊക്കെ അറിയില്ല എന്ന്. അപ്പം നിർബന്ധിച്ചല്ലേ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഇതൊക്കെ സംസാരിക്കണ ഫോണില്ലാട്ടോ. ഫോണിൽ പിന്നെ നമ്മൾ എന്താ ട്രാൻസ്ഫർ അല്ല അതിന് പറയാം, ട്രാൻസ്ലേഷനോ എന്തൊക്കെ അതിന് പറയാം, അത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ മലയാളത്തിൽ പറയും, ഓർക്ക് അറബിയിൽ മലയാളത്തിൽ നിന്ന് അറബിയിലാക്കണ ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ച് കുറേ ചെറിച്ചും ചെയ്ത് നോക്കണു, കുറേ പിന്നെ അതും പറയും ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഡ്രൈവിങ് പഠിക്കേണ്ട മോഹം അവസാനിപ്പിച്ചു. ആയിട്ട് അങ്ങനെയാണ് ഈ ഐറ്റങ്ങൾ. ഇവിടെയൊക്കെ അധികം സ്ത്രീകൾ ഡ്രൈവിങ് നല്ലോണം വണ്ടി ഓടിക്കുമല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും അതിന് ആണുങ്ങളെ ആശ്രയില്ലെങ്കിൽ ആണുങ്ങൾ കൂടെ ഒന്നും പോവില്ലല്ലോ അധികമൊന്നും. ഇവർക്ക് എവിടേക്കാണ് പോകാൻ തോന്നണോ ഓരോ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങും. അത് രാത്രി ആയാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല, നട്ടപ്പാതിരായാലും വേണ്ടില്ല. അങ്ങനെയൊക്കെ ഒരു രസമാണ് ഇവിടെ. എനിക്കിപ്പോൾ അതിനൊപ്പം കയറാൻ പേടിയാണ്. കാരണം അത് പിന്നെ വണ്ടി ഓടിച്ചുമ്പോൾ എങ്ങനെയെന്നോ അത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ഈ ഇരുത്തവിടെ ഇരിക്കും, അങ്ങോട്ടും നോക്കൂല ഇങ്ങോട്ടും നോക്കൂല, സൈഡുമില്ല ലെഫ്റ്റുമില്ല റൈറ്റുമില്ല എങ്ങോട്ടുമില്ല, നേരെ മുന്നിൽ നോക്കിയിട്ട് അല്ല ആൾക്കാർ. അത് ഒരു വിധമല്ല പെണ്ണുങ്ങളൊക്കെ വണ്ടി അങ്ങനെ തന്നെയൊക്കെ ഓടിക്കുക. നമ്മൾ കണ്ടൊക്കെ മൂത്ത മരുകൾ ഭയങ്കര പറപ്പിച്ച് വിടട്ടോ. കുറേ കാലങ്ങളായിക്കണേ. ഇതിപ്പോൾ പഠിച്ച് തന്നെയുള്ളൂല്ലോ. ഇങ്ങോട്ട് ഇനി പരീക്ഷണത്തിന് ഇനിയാണ് കിട്ടിയിരിക്കണത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ വണ്ടിയിൽ കയറുന്നതന്നെ ഒരു വിധം, പിന്നെ സ്പീഡ് പോകണതന്നെ പേടിയാണ്. അങ്ങനെ തന്നെയാണ് അവൾക്ക് പരീക്ഷണത്തിന് കിട്ടിയത് അറബിച്ചിക്ക്. എന്തായാലും രസമാണ്. എന്തേലും പറ്റിയെന്താ കാട്ടുക എന്നുള്ള ഇടങ്ങാറുമാണ്. ഒക്കെ പാടെ വിളിച്ചുമ്പോൾ പോവും വേണം. അങ്ങനെയൊക്കെ ഒരു കഥയാണ്. പക്ഷെ രസമാണ് കേട്ടോ. എങ്ങനെ കറങ്ങി വണ്ടിയിൽ നല്ല രസമാണ്. മലകളും സംഭവം രസമാണ് പോവാനൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയിലൊരു വിടക്ക് ഇതൊക്കെ പിടിപ്പിച്ചുമ്പോൾ അതൊക്കെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ. നോ പ്രോബ്ലം റൈഹാന, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിപ്പിക്കണത്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂന്ന്. ഭയങ്കര വിരുന്നേരും തിരക്കൊക്കെ എന്തോരം വീഡിയോ ഒന്നും ലൈവൊന്നും ഇട്ടിട്ടില്ല, ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ.